പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. ലീനിയർ ആൾജിബ്ര എന്ന മൊഡ്യൂളാണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അതിന് ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല, അല്ലെ? അതിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ലാതിരിക്കാം. രണ്ട് കേസാണ്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് സൊല്യൂഷൻ എക്സിസ്റ്റ്, അല്ലെ? ദാറ്റ് ഈസ് എക്സിസ്റ്റ് സൊല്യൂഷൻ. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് നോ സൊല്യൂഷൻ. ഇനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിലോ അവിടെ രണ്ട് കേസ് ഉണ്ട്. ഒന്നെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ, രണ്ടാമത്തേത് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. എപ്പോഴാണ് ഒരു സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുക, എപ്പോഴാണ് ഒരു സിസ്റ്റത്തിന് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടാവുക, എപ്പോഴാണ് ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ലാതിരിക്കുക, ഈ മൂന്ന് കണ്ടീഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അല്ലെ? ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ ജനറൽ ആയിട്ട് Ax ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഏത് സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, അല്ലെ? ഫോർ എക്സാമ്പിൾ, x plus y plus z equal to 1. Next, x plus 2y plus 4z equal to 3. Next, x plus 4y plus 10z equal to 9. ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷനാണ്. ഇവിടെ മൂന്ന് വേരിയബിൾ ഉണ്ട്, മൂന്ന് ഇക്വേഷൻസ് ഉണ്ട്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എങ്ങനെ എഴുതാം. ഫസ്റ്റ് കോഫിഷ്യന്റ് മെട്രിക്സ് എഴുതും, അല്ലെ? ദാറ്റ് ഈസ് 1 1 1 1 2 4. നെക്സ്റ്റ് 1 4 10. ഇതാണ് കോഫിഷ്യന്റ് മെട്രിക്സ്. ഈ മെട്രിക്സിനെയാണ് നമ്മൾ എ എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിലെ വാരിയബിൾസ് എക്സ് വൈ സെഡ്, ഈ മൂന്ന് വാരിയബിൾ ആണ് നമ്മൾ എക്സ് എന്ന മെട്രിക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ് വൈ സെഡ് ഈക്വൽ ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു കോളം മെട്രിക്സ് ഉണ്ട്, അല്ലെ? ദാറ്റ് ഈസ് 1 3 9. അപ്പൊ ഏതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോമിലേക്ക് മാറ്റി എഴുതാം. ഈ ഫോമിലേക്ക് മാറ്റിയതിനു ശേഷം ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈ ഫോമിലേക്ക് ഫസ്റ്റ് മാറ്റി എഴുതും. നെക്സ്റ്റ് ഇതിന്റെ ഓഗ്മെന്റ് മെട്രിക്സ് അഥവാ എ എന്നുള്ള മെട്രിക്സും അതുപോലെ തന്നെ ബി എന്നുള്ള കോളം മെട്രിക്സും ഒന്നിച്ചെഴുതും. ദാറ്റ് ഈസ് എ ബി എന്ന മെട്രിക്സ് ഓഗ്മെന്റ് മെട്രിക്സ് എഴുതും, അതുപോലെ തന്നെ എ എന്ന മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതിന്റെ റാങ്കും ഈ മെട്രിക്സിന്റെ റാങ്കും ഈക്വൽ ആണെങ്കിൽ മാത്രമേ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എക്സിസ്റ്റ് ആവേണ്ട ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നോ സൊല്യൂഷൻ ഉള്ള കണ്ടീഷൻ എന്തായിരിക്കും? റാങ്ക് നോട്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ റാങ്ക് ഈക്വൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് സൊല്യൂഷനേ ഇല്ല. റാങ്ക് ഈക്വൽ ആണെങ്കിൽ ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും രണ്ട് കേസ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര അൺനോൺസ് ഉണ്ട്, എത്ര വാരിയബിൾസ് ഉണ്ട്. ഇവിടെ മൂന്ന് വാരിയബിൾസ് ഉണ്ട്, എക്സും വൈയും സെഡും. അപ്പൊ ഇതിന്റെ റാങ്ക് എല്ലാം മൂന്നിന്റെയും ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3 ആണെങ്കിൽ റാങ്ക് ഓഫ് എയുടെയും റാങ്ക് ഓഫ് എ ബിയുടെയും റാങ്ക് 3 ആണെങ്കിൽ അത് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഒന്നാമത്തെ കണ്ടീഷൻ. എത്ര അൺനോൺസ് ഉണ്ടോ അത്ര അൺനോൺസിന് ഈക്വൽ ആണെങ്കിൽ, റാങ്ക് ഈക്വൽ ആണെങ്കിൽ അത് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഇനി റാങ്ക് ലെസ് ദാൻ അൺനോൺസ് ആണെങ്കിലോ, ദാറ്റ് ഈസ് 2 1 വരികയാണെങ്കിൽ അത് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ എന്നാണ് നമുക്ക് മനസ്സിലായത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. +1 +2 ക്ലാസ്സുകൾ ഒരു പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ എക്കലോൺ ഫോമിലേക്ക് മാറ്റും. ദാറ്റ് ഈസ് എക്കലോൺ ഫോം.
രണ്ടാമത്തെ റാങ്ക് കണ്ടുപിടിക്കും. റാങ്ക് കണ്ടുപിടിച്ചിട്ട് അതിന് എന്താ ഏത് കണ്ടീഷനാണ് ഏത് കേസിലാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്ന് എക്ലോൺ ഫോം, രണ്ടാമത്തെ റാങ്ക് എന്താന്നുള്ളത്, മൂന്നാമത്തെ എങ്ങനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും എന്നുള്ളത്. ഫസ്റ്റ് ഇന്ന് എടുക്കുന്നത് ഒരു മെട്രിക്സിന്റെ എക്ലോൺ ഫോം. എങ്ങനെ ഒരു മെട്രിക്സിനെ എക്ലോൺ ഫോമിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യും, ദാറ്റ് ഈസ് എക്ലോൺ ഫോം ഓഫ് എ മെട്രിക്സ്. ഓക്കെ, നമുക്ക് എക്സാമ്പിളോടെ പഠിക്കാം. ഒരു മെട്രിക്സ് എ എന്നുള്ള മെട്രിക്സ്, ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 1 2, സിമ്പിൾ എക്സാമ്പിൾ എഴുതാം, 1 2 3, 1 2 1 3 എന്താണ് എക്ലോൺ ഫോം. ഒന്നാമത്തെ റോ ഫസ്റ്റ് റോ പറഞ്ഞ ഇതാ അല്ലെ, ഫസ്റ്റ് റോ സെക്കൻഡ് റോ. ഒന്നാമത്തെ റോയിലെ ഫസ്റ്റ് എലമെന്റിനെ നമ്മൾ 1 ആക്കും. 1 ആക്കണം എന്നില്ല, കാൽക്കുലേഷൻ സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ആക്കും. അതിനുശേഷം അതിന് താഴേക്കുള്ള എല്ലാ എലമെന്റ്സിനെയും 0യിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആൾറെഡി ഇവിടെ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് റോനെ ഇനി ഒന്നും ചെയ്യാനില്ല. ഫസ്റ്റ് റോയുടെ ഒരു പണി, എല്ലാ പണിയും നമ്മൾ എടുത്ത്, ദാറ്റ് ഈസ് ഫസ്റ്റ് എലമെന്റ് 1 ആക്കുക എന്നുള്ളതാണ് ടാസ്ക്. ആൾറെഡി 1 ആയതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് ഈ 1ന്റെ താഴെ നമുക്ക് 0 ആക്കണം. 0 ആക്കണമെങ്കിൽ ഈ 1 ആക്കിയിട്ടുള്ള ഏത് റോ ആണോ അത് ഉപയോഗിക്കും വേണം. ചുമ്മാ ഇവിടെ 0 എഴുതാൻ പാടില്ല. ഈ ഏതാണോ നിങ്ങൾ 1 ആക്കിയിട്ടുള്ളത് ആ റോ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 0 ആക്കണം. ദാറ്റ് ഈസ് നമ്മൾ ചെയ്യാൻ പോണത് R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, അഥവാ R2 R1 ഉപയോഗിച്ചു അല്ലെ. ഈ റോയിൽ നിന്ന് ഈ റോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 1 വരും. അപ്പൊ R2 ആണ് ചേഞ്ച് ചെയ്യണത്, R2 ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യണം. അപ്പൊ R2 മൈനസ് R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. ഓക്കെ, അപ്പൊ നമ്മുടെ മെട്രിക്സ് എങ്ങനെയായി, ദാറ്റ് ഈസ് 1 2. ഒന്നാമത്തെ റോയ്ക്ക് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ റോയിൽ നിന്ന് ഒന്നാമത്തെ റോ മൈനസ് ചെയ്തു, ദാറ്റ് ഈസ് 0, നെക്സ്റ്റ് 1, കംപ്ലീറ്റ് ആയി. ഇതാണ് എക്ലോൺ ഫോം. ദാറ്റ് ഈസ് 1, ഇതിന് താഴേക്ക് 0. നെക്സ്റ്റ് ഇവിടെ 1 ആക്കാൻ പറ്റുമോ നോക്കാം. ഇതിന് താഴെയായിട്ട് 0 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 1 ആക്കുന്നത്. പക്ഷെ ഇതിന്റെ താഴേക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ 0 ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രോസസ് കഴിഞ്ഞു. ഇവിടെ ഇനി 1 ആണെങ്കിലും 0 ആണെങ്കിലും 3 ആണെങ്കിലും പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഉപയോഗിച്ച് താഴേക്ക് 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 1 ആക്കുന്നത്. അപ്പൊ എക്ലോൺ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോൺ 0 എലമെന്റ് വരിക, അത് ഉപയോഗിച്ച് താഴോട്ട് കംപ്ലീറ്റ് 0 വരിക. നെക്സ്റ്റ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് നോൺ 0 ആക്കാൻ പറ്റുമോ നോക്കാം. പറ്റുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് താഴോട്ട് കംപ്ലീറ്റ് 0 ആക്കാം. ഇവിടെ 2x2 മെട്രിക്സ് ആയതുകൊണ്ട് ഇതിന് താഴോട്ട് ഒന്നുമില്ല, അതുകൊണ്ട് ഇത് മാത്രം ചെയ്താൽ മതി. 2x2 മെട്രിക്സിൽ ഈ ഒരു എലമെന്റിനെ 0 ആക്കല് മാത്രമേ നമ്മുടെ ടാസ്ക് ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ ഒരു 3x3 മെട്രിക്സ് എടുക്കാം. A ഈക്വൽ ടു 2 4 6, 2 4 6, നെക്സ്റ്റ് 1 3 5, 1 3 5, 2 0 2 0 6. ഇതാണ് മെട്രിക്സ്. നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ 1 ആക്കണം. രണ്ട് കേസാണ്. ഒന്നെങ്കിൽ ഇതിനെ ചേഞ്ച് ചെയ്യാം, ഈ റോ എടുത്തുങ്ങാണ്ട് ഇങ്ങോട്ടും ഈ റോ എടുത്തുങ്ങാണ്ട് ഇങ്ങോട്ടും ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് റോനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ആവും. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, 1 ആക്കണം എന്നില്ല. 1 നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 1 ആക്കണത്. എക്ലോൺ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ആവണം എന്നില്ല, നോൺ 0 നമ്പർ ആയാൽ മതി. പക്ഷെ നമ്മുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ആക്കണത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് R1നെ ചേഞ്ചസ് ടു R1 ഡിവൈഡഡ് ബൈ 2. ഒന്നാമത്തെ റോനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഈ മെട്രിക്സ് എങ്ങനെയായി മാറി, ദാറ്റ് ഈസ് 1 2 3, നെക്സ്റ്റ് 1 3 5, 2 0 6. നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു റോനെ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. 2 റോനെ ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ഇത് ഇവിടെ 2 കൊണ്ട് ഹരിച്ചു, നെക്സ്റ്റ് ഇതിന്ന് കുറച്ച് ഒന്നിച്ചെഴുതി കഴിഞ്ഞാൽ അവിടെ തെറ്റിക്കും, നിങ്ങൾ തെറ്റിക്കും. ആരായാലും തെറ്റിക്കും, ഞാനായാലും എനിക്കും തെറ്റി വരാം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അത് മാത്രം ചെയ്യുക. അടുത്തത് നെക്സ്റ്റ് ലൈനിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഓപ്പറേഷൻ ചെയ്യുക. അപ്പൊ ഇവിടെ 1 ആയിട്ടുണ്ട്.
1 ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇത് ഉപയോഗിച്ച് ഈ റോ ഉപയോഗിച്ച് ഇതിന് താഴെയുള്ള കംപ്ലീറ്റ് സീറോയിലേക്ക് മാറ്റണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ചേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് R2 ചേഞ്ചസ് ടു എങ്ങനെ മാറ്റും, R2 മൈനസ്. എപ്പോഴും എന്താണോ ചേഞ്ച് ചെയ്യുന്നത് അത് സ്റ്റാർട്ട് ചെയ്യണം. R2 ചേഞ്ചസ് ടു R2. ഇനി എന്താ ചെയ്യണത്, ഈ റോ ഉപയോഗിക്കണം, കാരണം ഇതാണ് നമ്മൾ 1 ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ 1 ആക്കാം, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ R2 മൈനസ് R1. അപ്പോൾ ഈ റോയിൽ നിന്ന് ഈ റോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 വരും. കറസ്പോണ്ടിങ് ഇവിടെ എല്ലാം മാറും അല്ലെ. എങ്ങനെ ചേഞ്ച് വരും, ദാറ്റ് ഈസ് ഒന്നാമത്തെ റോക്ക് ഒരു വ്യത്യാസമില്ല, സെയിം. രണ്ടാമത്തെ റോ മൈനസ് ചെയ്തു, ദാറ്റ് ഈസ് 0 1. നെക്സ്റ്റ് 5 മൈനസ് 3 ദാറ്റ്സ് ഈക്വൽ ടു 2. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒന്നും കൂടി ചെയ്യാം അല്ലെ. ദാറ്റ് ഈസ് ഇവിടെ 2 0 6 എഴുതി അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ R3 ചേഞ്ചസ് ടു ഇവിടെ 0 ആക്കി, ഇനി ഇവിടെയും 0 ആക്കണം. ദാറ്റ് ഈസ് R2 ചേഞ്ചസ് ടു R2 മൈനസ് എന്ത് ചെയ്താൽ മതി, ഇവിടെ 2 കൊണ്ട് ഗുണിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് മൈനസ് ചെയ്യണം. അപ്പൊ R2ൽ നിന്ന് മൈനസ് ചെയ്യണം. ഫസ്റ്റ് എന്ത് ചെയ്യണം, R1നെ 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഒന്നാമത്തെ റോ നമ്മൾ ചേഞ്ച് വരുത്തുന്നില്ല, R2 ആണ് R3 ആണ് ചേഞ്ച് വരുത്തുന്നത്. ദാറ്റ് ഈസ് R3 മൈനസ് R3 മൈനസ് 2 R1. ഓക്കെ, ദാറ്റ് ഈസ് 1. ഒന്നാമത്തെ റോ ചേഞ്ച് വരുന്നില്ല, 1 2 3. രണ്ടാമത്തെ റോയും നമ്മൾ ചേഞ്ച് വരുത്തുന്നില്ല, 1 0 1 2. നെക്സ്റ്റ് ഇതിനെ 2 കൊണ്ട് ഗുണിക്കും, ദാറ്റ് ഈസ് ഇവിടെ 2 വരും അല്ലെ. 2 മൈനസ് 2 ദാറ്റ് ഈസ് 0. ഇവിടെ 2 കൊണ്ട് ഗുണിക്കും, 0 മൈനസ് 4 അല്ലെ, 0 മൈനസ് 4. നെക്സ്റ്റ് ഇതിനെ 2 കൊണ്ട് ഗുണിക്കും, ദാറ്റ് ഈസ് 6. 6 മൈനസ് 6 ദാറ്റ്സ് ഈക്വൽ ടു 0. നമ്മുടെ മെട്രിക്സ് ഈ ഫോമിലേക്ക് മാറും. ഇനി രണ്ടാമത്തെ എലമെന്റ്, സെക്കൻഡ് റോയിലെ രണ്ടാമത്തെ എലമെന്റ് 1 ആക്കാൻ പറ്റും. ഇവിടെ ആൾറെഡി 1 ആണ്, നമുക്കൊന്നും ചെയ്യാല്ല അല്ലെ. അപ്പൊ 1 ആയതുകൊണ്ട് ഇതിന് താഴോട്ട് ഇനി 0 ആക്കണം. അപ്പൊ ആൾറെഡി ഇവിടെ 1 ആക്കി, നെക്സ്റ്റ് ഇത് ഓട്ടോമാറ്റിക്കലി 1 ആയി. 1 അല്ലെങ്കിൽ 1 ആക്കാൻ പറ്റുമോ നിങ്ങൾ ചെക്ക് ചെയ്യണം. 1 ആക്കിയിട്ട് അതിന് താഴോട്ട് കംപ്ലീറ്റ് 0യിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് R3 ചേഞ്ച് ചെയ്യണം. R3 ചേഞ്ചസ് ടു R3. ഇവിടെ ആദ്യം എന്ത് ചെയ്യണം, 4 വരണം, എന്നിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ R2നെ ഫസ്റ്റ് എന്ത് ചെയ്യണം, 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം, എന്നിട്ട് ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. കാരണം ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആയിരിക്കും 4 കൊണ്ട് ഗുണിക്കുമ്പോൾ അല്ലെ. ദാറ്റ് ഈസ് ഏതാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, R3 ആണ് ചേഞ്ച് ചെയ്യുന്നത്. R1 ചേഞ്ച് ചെയ്യുന്നില്ല, R2 ചേഞ്ച് ചെയ്യുന്നില്ല. R3 എങ്ങനെ ചേഞ്ച് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ദാറ്റ്സ് ഈക്വൽ ടു 1 2 3. നെക്സ്റ്റ് 0 1 2. നെക്സ്റ്റ് 0 വരും, ഒന്നാമത്തെ 0 വരും, ഇവിടെയും 0 വരും. നെക്സ്റ്റ് ഇവിടെ 4 കൊണ്ട് ഗുണിക്കും, എന്നിട്ട് ആഡ് ചെയ്യും, ദാറ്റ് ഈസ് 8. നമ്മുടെ മെട്രിക്സ് ഈ ഫോമിലേക്ക് മാറി. ഇപ്പൊ എന്തായി, ഒന്നാമത്തെ എലമെന്റ് 1, അതിന് താഴെ കംപ്ലീറ്റ് 0. രണ്ടാമത്തെ എലമെന്റ് 1, അതിന് താഴെ 0. മൂന്നാമത്തെ എലമെന്റ് ഒന്നും ചെയ്യാല്ല, ഇവിടെ ഇനി 1 ആക്കണമെന്നില്ല. കാരണം 1 ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, താഴേക്ക് 0 ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ വെച്ച് നിർത്താം. ഇതാണ് എക്കലോൺ ഫോം. നിങ്ങൾക്ക് ഏത് മെട്രിക്സ് എഴുതി കഴിഞ്ഞാലും കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനെ എക്കലോൺ ഫോമിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ എക്കലോൺ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ, സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, ആ മെട്രിക്സിനെ എക്കലോൺ ഫോമിലേക്ക് മാറ്റും. നെക്സ്റ്റ് ഫൈൻഡ് റാങ്ക്. ഒരു എക്കലോൺ ഫോം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ റാങ്ക് കണ്ടുപിടിക്കാം, ഇനി അതാ പറയുന്നത്. ദാറ്റ് ഈസ് ഫൈൻഡിങ് റാങ്ക്. ഓക്കെ, ഫൈൻഡിങ് റാങ്ക്. എത്ര നോൺ സീറോ എക്കലോൺ ഫോമിലേക്ക് മാറ്റിയിട്ട് ആ ഫൈനൽ മെട്രിക്സിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യും. എന്നാൽ നോൺ സീറോ റോസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്കലോൺ ഫോമിൽ എത്ര നോൺ സീറോ റോസ് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സീറോ റോസിനെ നമ്മൾ സീറോ റോസ് എന്ന് പറയുള്ളൂ. എല്ലാ എലമെന്റ്സും സീറോ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇത് സീറോ റോസ് അല്ല, കാരണം ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അതുകൊണ്ട് ഇതിൽ ഒരു നോൺ സീറോ റോസ്. നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കുമ്പോൾ ഇവിടെയും സീറോ അല്ല, ഇവിടെ 1 ആണ്. ഓക്കെ, അപ്പൊ എക്കലോൺ ഫോമിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾക്ക് തന്നിട്ടുള്ള മെട്രിക്സിലല്ല. തന്നിട്ടുള്ള മെട്രിക്സിനെ എക്കലോൺ ഫോമിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് അതിൽ നോക്കണം എത്ര നോൺ സീറോ റോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു മെട്രിക്സ് ഇവിടെ എഴുതാം, 1 2 3 0 1 3 0 0 2. ഇത് നോൺ സീറോ റോസ് ആണ് അല്ലെ. കംപ്ലീറ്റ് സീറോ ആകുമ്പോഴാണ് നമ്മൾ സീറോ റോസ് എന്ന് പറയുള്ളൂ. ഇത് നോൺ സീറോ റോസ് ആണ്, ഇത് നോൺ സീറോ റോസ് ആണ്. അപ്പോൾ ഇതിന്റെ റാങ്ക് എത്രയാണ്, 3. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റ് റോ നോൺ സീറോ റോസ് ആണ്, സെക്കൻഡ് റോയും നോൺ സീറോ റോസ് ആണ്. Therefore റാങ്ക് ഓഫ് എ.
റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ എക്സാമ്പിളിൽ ദാറ്റ് ഈസ് എക്കലോൺ ഫോം ആണ് നമ്മൾ എടുക്കുക. എക്കലോൺ ഫോം എടുക്കുമ്പോൾ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള മെട്രിക്സിലെ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? ഇത് ഫസ്റ്റ് റോ നോൺ സീറോ ആണ്, സെക്കൻഡ് റോ നോൺ സീറോ ആണ്, തേർഡ് റോ നോൺ സീറോ ആണ്. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3. ദാറ്റ് ഈസ് റാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ rows in echelon form. Echelon ഫോമിലുള്ള നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമുക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ solve the system of equation solve the system of equation x plus y plus z equal to 1. x plus y plus z equal to 1. രണ്ടാമത്തേത് x plus 2y plus z equal to 3. Okay, 4z ആക്കാം. x plus 2y plus 4z equal to 3. Next, third equation, x plus 4y plus 10z equal to 9. മൂന്ന് ഇക്വേഷൻസ് ഉണ്ട്, മൂന്ന് വേരിയബിൾ ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് സോൾവ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് മെത്തേഡ് ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ax ഈക്വൽ ടു ബി എന്ന ഫോമിലേക്ക് മാറ്റണം അല്ലെ. എന്താണ് a? 1 1 1. നെക്സ്റ്റ് 1 2 4. നെക്സ്റ്റ് 1 4 10. ഇതാണ് മെട്രിക്സ്. നെക്സ്റ്റ് വാരിയബിൾ മെട്രിക്സ് x y z. ഓക്കെ, ഈക്വൽ ടു കോൺസ്റ്റന്റ് മെട്രിക്സ് 1 3 9. ഇനി ഏതൊക്കെയാണ് കേസ്? റാങ്ക് ഫസ്റ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണ്? റാങ്ക് ഓഫ് എ ബി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണെങ്കിൽ അവിടെ സൊല്യൂഷൻ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? റാങ്ക് ഓഫ് എ ബി എന്ന് കണ്ടുപിടിക്കാം. എന്താണ് റാങ്ക് ഓഫ് എ ബി? ദാറ്റ് ഈസ് എ ബി എന്ന മെട്രിക്സ് നമുക്ക് ഈ രീതിയിൽ എഴുതാം. 1 1 1 1 2 4 1 4 10. നെക്സ്റ്റ് ഈ ഒരു ലൈനാണ്. ദാറ്റ് ഈസ് ഇതാണ് എ എന്നുള്ള മെട്രിക്സ്. ബി എന്നുള്ള മെട്രിക്സ് നമുക്ക് ഈ ഒരു സൈഡിൽ എഴുതാം. 1 3 9. ഇനി നമ്മുടെ ടാസ്ക് റാങ്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് എക്കലോൺ ഫോമിലേക്ക് മാറ്റണം. ഈ മെട്രിക്സിനെ എക്കലോൺ ഫോമിലേക്ക് മാറ്റണം. എക്കലോൺ ഫോമിലേക്ക് മാറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ 1 ഉപയോഗിച്ച് ഇതിന് താഴോട്ട് കംപ്ലീറ്റ് 0 ആക്കണം. നെക്സ്റ്റ് ഇവിടെ 1 ആക്കണം, അതിന് താഴോട്ട് കംപ്ലീറ്റ് 0 ആക്കണം. ആ മെത്തേഡാണ് തൊട്ട് മുന്നേ നമ്മൾ ഡിഫൈൻ ചെയ്ത ആ മെത്തേഡാണ്. ഓക്കെ, ദാറ്റ് ഈസ് 1 1 1 1 2 4. നെക്സ്റ്റ് 1 4 10. അതുപോലെ ഈ വാല്യൂസ് അതുപോലെ തന്നെ എഴുതി 1 3 9. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് 1 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് R2 ചേഞ്ച് ചെയ്യണം അല്ലേ. R2 എങ്ങനെ ചേഞ്ച് ചെയ്യണം? R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 ചെയ്താൽ മതി. ഈ ഫസ്റ്റ് എലമെന്റ് ഉപയോഗിച്ച് കണ്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, എപ്പോഴും ആ മെത്തേഡ്, ഇതിനെ പിവോട്ട് എലമെന്റ് എന്ന് പറയാം. നമ്മൾ ഏതാണോ 1 ആക്കുന്നത് ആ എലമെന്റിനെയാണ് പിവോട്ട് എലമെന്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. നെക്സ്റ്റ് 1 1 1 1. ഇതിൽ നിന്ന് R2ൽ നിന്ന് R1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 വരും, ഇവിടെ 1 വരും, ഇവിടെ 3 വരും, നെക്സ്റ്റ് ഇവിടെ 2 വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ചെയ്യുമ്പോൾ R3 ചേഞ്ചസ് ടു, മാക്സിമം നിങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ആയിട്ട് ഒന്നിച്ച് ചെയ്യാം. ദാറ്റ് ഈസ് R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. തേർഡ് റോയും ചേഞ്ച് ചെയ്യുമ്പോൾ ഏതാണോ നിങ്ങൾ 1 ആക്കിയിട്ടുള്ളത് അതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അല്ലാതെ ഇത് R3 മൈനസ് R2 ചെയ്യരുത്. ഏതാണോ പിവോട്ട് എലമെന്റ്, ഏതാണോ നിങ്ങൾ 1 ആക്കിയിട്ടുള്ളത് ആ റോ ആണ് എപ്പോഴും ഉപയോഗിക്കുക.
നമ്മൾ ചെയ്യാൻ പോണത് ഈ റോയിൽ നിന്ന് R3യിൽ നിന്ന് R1 മൈനസ് ചെയ്യും. ചെയ്യുമ്പോൾ എന്ത് വരും? 1, 4 minus 1 that is 3, 10 minus 1 that is 9, 9 minus 1 that is 8. Okay, that is ഇത് 0. Mistake by mistake, that is 0. Okay, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 1 ആക്കി, അതിന് താഴെ കംപ്ലീറ്റ് 0 ആക്കി. ഓട്ടോമാറ്റിക്കലി ഇത് 1 ആയി പോയി അല്ലേ? അതുകൊണ്ട് ആ ഒരു ടാസ്ക് നമുക്ക് ഒഴിവായി. നെക്സ്റ്റ് ഇത് ഉപയോഗിച്ച്, ഇതാണ് പിവോട്ട് എലമെന്റ്. സെക്കൻഡ് കോൾ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെന്റ് ആണ് പിവോട്ട് എലമെന്റ്. അപ്പോൾ ഈ റോ ഉപയോഗിച്ച് നെക്സ്റ്റ് ഇതിനെ താഴോട്ട് കംപ്ലീറ്റ് 0 ആക്കണം. താഴോട്ട് അധികമൊന്നുമില്ല, ഒറ്റ എലമെന്റേ ഉള്ളൂ. അപ്പോൾ ഒറ്റൊരു സ്റ്റെപ്പ് ചെയ്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് R3 changes to, sorry, okay, R3 changes to R3 minus 3R2. Okay, that is 1, 1, 1, 0, 1, 3. ഇവിടെ സെയിം എലമെന്റ്, കാരണം നമ്മൾ R3 ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. R1നും R2നും ഒരു ചേഞ്ച് വരുത്തുന്നില്ല അല്ലേ? R3 ആണ് ചേഞ്ച് ചെയ്യുന്നത്. R3 എങ്ങനെ ചേഞ്ച് ചെയ്യണം? ഫസ്റ്റ് ഇതിനെ 3 കൊണ്ട് ഇൻഡ് ചെയ്യണം. 3 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും. 3 minus 3 that is 0 വരും. ഇവിടെയും 0 വരും. സെക്കൻഡ് എലമെന്റ് 0. നെക്സ്റ്റ് 3 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ ഇവിടെയും 0 വരും. നെക്സ്റ്റ് ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 3 into 2 that is 6. 6, 8 minus 6 that's equal to 2 എന്ന എലമെന്റ് വരും. ഇങ്ങനെ വരും. നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി ഏതായിരുന്നു എ എന്ന മെട്രിക്സ്? ഇതായിരുന്നു അല്ലേ? എ എന്ന മെട്രിക്സ് ഇത്. എ ബി എന്ന മെട്രിക്സ് ഇതാണ്. എ എന്നുള്ള മെട്രിക്സ് ഈ വലിയ മെട്രിക്സ് ആണ് എ ബി എന്ന മെട്രിക്സ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം, റാങ്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എ എന്ന മെട്രിക്സിന്റെ റാങ്ക് ഓഫ് എ ഈക്വൽ ടു എത്ര നോൺ സീറോ റോസ് ഉണ്ട്? ഫസ്റ്റ് റോ നോൺ സീറോ ആണ്, സെക്കൻഡ് റോയും നോൺ സീറോ ആണ്, പക്ഷെ തേർഡ് റോ കംപ്ലീറ്റ് 0 ആണ്. അപ്പൊ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 1, 2 നോൺ സീറോ റോസ്. ഇനി റാങ്ക് ഓഫ് എ ബി നോക്കാം. റാങ്ക് ഓഫ് എ ബി ദാറ്റ് ഈസ് എ ബി എന്ന മെട്രിക്സ് ഈ വലിയ മെട്രിക്സ് ആണ് അല്ലെ? അതിലെ ഫസ്റ്റ് നോൺ സീറോ റോസ് ആണ്, സെക്കൻഡ് നോൺ സീറോ റോസ് ആണ്, തേർഡ് നോൺ സീറോ റോസ് ആണ്. ദാറ്റ് ഈസ് 3 ആണ് റാങ്ക്. അപ്പൊ റാങ്ക് ഓഫ് എ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. റാങ്ക് ഓഫ് എ ബി എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. Therefore റാങ്ക് ഓഫ് എ not equal to rank of a b. Rank of a not equal to rank of a b. Therefore the system has no solution. Therefore the system has no solution. Okay, അപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുമോ? സോൾവ് ചെയ്യാൻ പറ്റില്ല, അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ, ഇനി ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ 2 വേർഡ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. 2 വേർഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കൺസിസ്റ്റന്റ്, ഒന്നാമത്തെ വേർഡ് കൺസിസ്റ്റന്റ്, രണ്ടാമത്തെ ഇൻകൺസിസ്റ്റന്റ്. എന്താ കൺസിസ്റ്റന്റ് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് സൊല്യൂഷൻ എക്സിസ്റ്റ്. ഇൻകൺസിസ്റ്റന്റ് എപ്പോഴാ പറയാ? നോ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം എന്തായിരുന്നു? ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ എക്സാമിന് ഒരു പക്ഷേ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ നിങ്ങൾക്ക് തരും, അത് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ ചെക്ക് ചെയ്യാൻ പറയും. അപ്പോഴും ഇതേ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പോഴും നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കല്ല, റാങ്ക് കണ്ടുപിടിക്കുക. റാങ്ക് കണ്ടുപിടിച്ചിട്ട് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണോ ചെക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്താണ്? കൺസിസ്റ്റന്റ് ആണ്. ഇനി റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. check for the consistency of the system x plus y plus x plus y plus z equal to 1, x plus 2y
plus 4z equal to 2, x plus 4y plus 10z is equal to 4. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന്. പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതും അല്ലേ. ദാറ്റ് ഈസ് 1 1 1 1 2 4 നെക്സ്റ്റ് 1 4 10. ദാറ്റ് ഈസ് എ എന്നുള്ള മെട്രിക്സ്, അതിൻ്റെ കൂടെ വാരിയബിൾ മെട്രിക്സ് ദാറ്റ് ഈസ് എക്സ് വൈ സെഡ് ദാറ്റ് ഈക്വൽ ടു മൂന്നാമത്തേത് 1 2 4. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് എ എന്ന മെട്രിക്സ്, എ ബി എന്ന മെട്രിക്സിന്റെ ഓഗ്മെന്റ് മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കും. റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് 1 1 1 1 2 4 1 4 10. നെക്സ്റ്റ് ബി എന്ന മെട്രിക്സ് 1 2 4. ഇതാണ് ഓഗ്മെന്റ് മെട്രിക്സ് എ ബാർ ബി. ഓഗ്മെന്റ് മെട്രിക്സ് പറയുന്നത് ഈ മെട്രിക്സിനാണ്, എനെയും ബിനെയും ചേർത്ത് എഴുതിയ മെട്രിക്സ് ആണ് ഓഗ്മെന്റ് മെട്രിക്സ്. നെക്സ്റ്റ് എന്ത് ചെയ്യണം, R2 ചേഞ്ചസ് ടു R1 ആൾറെഡി 1 ആണ്, അത് ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. അതുപോലെ തന്നെ R3 നമ്മൾ ചേഞ്ച് ചെയ്യും. R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. ഓക്കെ, എന്തൊക്കെ മാറ്റം വരും? ഒന്നാമത്തെ സെയിം റോ വരും, രണ്ടാമത്തെ ഇത് രണ്ട് മൈനസ് ചെയ്യും, ഇവിടെ 0 വരും. നെക്സ്റ്റ് ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ 1 എന്ന് വരും, ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ 3 എന്ന് വരും, ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ വീണ്ടും 1 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് R3 ചേഞ്ച് ചെയ്യുന്നു. R3 ചേഞ്ച് ചെയ്യുന്നത് R3 മൈനസ് R1 ആണ്. അഗെയിൻ ഇവിടെ 0 വരും. 4 മൈനസ് 1 ദാറ്റ് ഈസ് 3 വരും. 10 മൈനസ് 1 ദാറ്റ് ഈസ് 9 വരും. 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. ഇതാണ് നമ്മുടെ മെട്രിക്സ്. നെക്സ്റ്റ് ഇനി ഇത് 1 ആക്കി, ഇതിനെ താഴെ കംപ്ലീറ്റ് 0 ആക്കി. നെക്സ്റ്റ് ഇത് 1 ആൾറെഡി 1 ആയി പോയി അല്ലേ, നമുക്ക് ചെയ്യാനൊന്നുമില്ല. ഇതിനെ താഴെ 0 ആക്കണം. ദാറ്റ് ഈസ് വീണ്ടും R3നെ ചേഞ്ച് ചെയ്യണം അല്ലേ. R3 ദാറ്റ് ഈസ് 3 നിൽക്കുന്ന റോ R3 ആയതുകൊണ്ട് R3 ചേഞ്ചസ് ടു R3 മൈനസ്. എങ്ങനെ ചേഞ്ച് ചെയ്യണം? ഈ കോളത്തിലെ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ഇതിലെ ഈ എലമെന്റ് ആണ് ഉപയോഗിക്കുക. ഇതാണ് പിവോട്ട് എലമെന്റ്. ഇവിടെ എന്തെങ്കിലും നമ്മൾ മാറ്റം വരുത്തുകയാണെങ്കിൽ ഇതിലെ ഈ കോളത്തിലെ പിവോട്ട് എലമെന്റ് അത് ഇതായിരുന്നു, 1 ഇതായിരുന്നു അല്ലെ. ഈ കോളത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ഇതിലെ റോ ആണ്, ഇതിലെ പിവോട്ട് എലമെന്റ് നിൽക്കുന്ന റോ ആണ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ഇതാണ് ഇവിടുത്തെ പിവോട്ട് എലമെന്റ്. ഓക്കെ, അതുകൊണ്ട് R2 ഉപയോഗിക്കണം. R2 എന്ന റോ ഉപയോഗിച്ച് ചെയ്യണത് ഈ ചേഞ്ചിങ്. ദാറ്റ് ഈസ് R3 ചേഞ്ചസ് ടു R3 മൈനസ് 3R2. ഫസ്റ്റ് സെക്കൻഡ് റോനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം, എന്നിട്ട് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 1 1 1 1. നെക്സ്റ്റ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ വരും 0 വരും അല്ലേ. ഇവിടെ R3 ആണ് ചേഞ്ച് പോണേ. R2 നമ്മൾ സെയിം റോ തന്നെ എഴുതണം. നെക്സ്റ്റ് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഇവിടെ 0 വരും. ഇൻറ്റു ചെയ്ത് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെയും 0 വരും, ഇവിടെയും 0 വരും. കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യാനൊന്നുമില്ല, ഇവിടെ ഓട്ടോമാറ്റിക്കലി 0 വന്നു എന്നുള്ളൂ. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ മാറ്റി വരുത്തേണ്ട, കിട്ടിയത് അവിടെ വെച്ച് നിർത്തുക. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് റാങ്ക്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു എത്രയാണ്? ഇതിന്റെ റാങ്ക് 2 അല്ലേ. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ദാറ്റ് ഈസ് 1 2. ഇത് കംപ്ലീറ്റ് 0 ആയതുകൊണ്ട് റാങ്ക് 2. നെക്സ്റ്റ് റാങ്ക് ഓഫ് എ ബി ദാറ്റ്സ് ഈക്വൽ ടു 1 2 അല്ലേ. അവിടെയും 1 2. അതുകൊണ്ട് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ദാറ്റ് ഈക്വൽ ടു 2 വിച്ച് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. എത്ര അൺനോൺസ് ഉണ്ടായിരുന്നു? 3 അൺനോൺസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ റാങ്ക് 2 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. therefore ഈ സിസ്റ്റത്തിന് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്. therefore the system has infinite number of solution. എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം? ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ നമ്മൾ എഴുതി വെക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് മൂന്നാമത്തെ മെത്തേഡ്, ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് പഠിച്ചു? എന്താണ് എക്കലോൺ ഫോം എന്ന് പഠിച്ചു. എക്കലോൺ ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് റാങ്ക് കണ്ടുപിടിക്കാൻ പഠിച്ചു. റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ അതിൽ നിന്ന് സൊല്യൂഷൻ എഴുതാൻ പറ്റണം. അതാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ.
ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള മെട്രിക്സ് എ ബി എന്ന മെട്രിക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പഴയ ഫോമിലേക്ക് മാറ്റും. ഓക്കെ, നമുക്ക് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. ഇതായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള മെട്രിക്സ് അല്ലെ, എ എന്ന മെട്രിക്സ്. ദാറ്റ് ഈസ് എ എന്ന മെട്രിക്സ് നമുക്ക് കിട്ടി 1 1 1 0 1 3 നെക്സ്റ്റ് 0 0 0. ഇതാണ് എ എന്നുള്ള മെട്രിക്സ്. ഏതാണ് ബി എന്ന മെട്രിക്സ്? ഇതാണ് ബി എന്ന മെട്രിക്സ് അല്ലെ. അത് നമ്മൾ എടുത്ത് പഴയ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പഴയ പോലെ എ എക്സ് ഈക്വൽ ടു ബി എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, അതേപോലെ എഴുതാം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 1 1 1 0 1 3 next 0 0 0. That is a into x, that is x y z, that equal to b. ഏതാണ് b എന്ന മെട്രിക്സ്? 1 1 0 1 1 0. ഇനി ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ പുറകിൽ നിന്ന് ഗുണിക്കാം. 0 into x plus 0 into y plus 0 into z is equal to 0. ദാറ്റ് ഈസ് നമുക്ക് ലാസ്റ്റ് ഇക്വേഷനിലെ ഫസ്റ്റ് മെട്രിക്സിലെ ലാസ്റ്റ് റോയും ഈ കോളം ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 0 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് കിട്ടാൻ പോകുന്നത് 0 ഈക്വൽ ടു 0 എന്നാണ്. ഒരു ഡാറ്റയും കിട്ടുന്നില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, തൊട്ട് മുകൾക്ക് കയറി വരും. ദാറ്റ് ഈസ് 0 into x പ്ലസ് 1 into y, ദാറ്റ് ഈസ് y പ്ലസ് 3 into z, ദാറ്റ് ഈസ് 3z ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇതിന്റെ മീനിങ് എന്താണ്? y ഈക്വൽ ടു 1 മൈനസ് 3z. ഓക്കെ, അപ്പോൾ ഇവിടെ z ന് എന്തെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് y കിട്ടുള്ളൂ, അല്ലാതെ ഇവിടുന്ന് ഒന്നും കിട്ടില്ല. അപ്പൊ z നമുക്ക് t എന്ന് കൊടുക്കാം. z is equal to t എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ y എന്താണ്? ദാറ്റ് ഇംപ്ലൈസ് y ഈക്വൽ ടു 1 മൈനസ് 3t എന്ന് കിട്ടി അല്ലേ. അപ്പൊ z ന് എന്തെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് y യുടെ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ z is equal to t എന്ന് കൊടുത്തു. കറസ്പോണ്ടിങ് y എന്തായി? y ഈക്വൽ ടു 1 മൈനസ് 3t ആയി. നെക്സ്റ്റ് എക്സ് സെഡും കിട്ടി, വൈയും കിട്ടി. ഇനി ഫസ്റ്റത്തെ റോയും ഈ കോളം കൊടുക്കാം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1 അല്ലേ. എക്സ് നമുക്ക് വൈ അറിയാം, സെഡ് അറിയാം അല്ലേ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ 1 മൈനസ് 3t നെക്സ്റ്റ് പ്ലസ് ടി ദാറ്റ്സ് ഈക്വൽ ടു 1. That equal to x plus 1 minus 3t plus t equal to 1. That is x equal to, ഇവിടെ വരും ഈ 1 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 0 വരും, മൈനസ് 3t പ്ലസ് t, ദാറ്റ് ഈസ് മൈനസ് 2t, മൈനസ് 2t നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 2t വന്നു. ദാറ്റ് ഈസ് എക്സിന്റെ വാല്യൂ 2t. എക്സിന്റെ വാല്യൂ 2t. അപ്പൊ എല്ലാ വാല്യൂസും കിട്ടി. x കിട്ടി, y കിട്ടി, z കിട്ടി. Therefore നമ്മുടെ സൊല്യൂഷൻ എന്താണ്? x ഈക്വൽ ടു 2t, y ഈക്വൽ ടു 1 മൈനസ് 3t, z is equal to t. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ? ടിക്ക് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും കിട്ടുന്ന എക്സും വൈയും സെഡും ഇതിന്റെ സൊല്യൂഷനാണ്. അപ്പൊ നോക്കിയാൽ മനസ്സിലാവും. ടിക്ക് 0 കൊടുത്തു. ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടി? എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, സെഡ് ഇസ് ഈക്വൽ ടു 0. ഇത് ഒരു സൊല്യൂഷനാണ്. ഓക്കെ, വൈ ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഇത് 0, ഇത് 0 വരും, ഇത് 0 വരും. ദാറ്റ് ഈസ് 0 1 0 സൊല്യൂഷനാണ്. രണ്ടാമത്തത് ടിക്ക് 1 കൊടുത്തു. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടും? എക്സും വൈയും സെഡും കിട്ടും. അതും ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ടിക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴും കിട്ടുന്നതെല്ലാം എന്തായിരിക്കും? ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം.